ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റുണ്ടായിരുന്നു. മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇടിയപ്പവും ചട്നി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഞാൻ നൂൽപുട്ടിനുള്ള സാധനങ്ങളൊക്കെ അരിച്ചെടുക്കുന്നുണ്ട്. അരിപ്പൊടി, പിന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കാൻ നിൽക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. മാവ് ലൂസായി പോവുമോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. ചില നേരത്തെ എൻ്റെ ഫ്ലോപ്പായി പോവാറുണ്ട്. അപ്പോൾ അത് കുഴച്ച് വന്നപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാം കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലി ചെമ്പിൽ നമ്മൾ വെള്ളം വെച്ചു. ആ അച്ചിലേക്ക് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഇട്ടു. സേവനാഴിയിൽ മാവ് നിറച്ച് ഇതാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ നൂലിങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഫ്ലോപ്പ് ആയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മളതൊക്കെ ഉണ്ടാക്കി അവിടെ അപ്പം തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ എനിക്ക് മടി കയറും. അപ്പോൾ ഇങ്ങനെ നീറ്റായി കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ആ ചട്നിക്കുള്ള തേങ്ങ ഇട്ടു. തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പച്ചമുളക് ഇട്ടിട്ട് അരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ വെള്ള ചട്നിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ തന്നെ പച്ചമുളക് എടുക്കാൻ അതിൻ്റെ ഇടയിൽ മറന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സിയിൽ വെച്ചപ്പോഴാണ് ഗൈസ് ഒരു സത്യം മനസ്സിലാക്കുന്നത്. കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം രഞ്ജേട്ടൻ ചീത്ത കിട്ടും, നേരത്തിനൊന്നും ആക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉള്ളി വാട്ടിയതും നൂൽപുട്ടും കട്ടൻ ചായയും കൂടിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു സമാധാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി തുടയ്ക്കാനാണ് നോക്കണത്. അപ്പോൾ ഇങ്ങനെ ഈ സോഫയിൽ നിന്ന് ഇരുന്നപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കുക പറഞ്ഞു. അപ്പോൾ അവിടെ വൃത്തിയാക്കുമ്പോൾ ഞാൻ അവളോട് ഇപ്പുറത്തേക്ക് ഇരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറയേണ്ടത് ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ ഇരിക്കണത്. അങ്ങനെ നേരെ ഞാൻ വന്നപ്പോൾ പാത്രങ്ങൾ ഒരു കുഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. ഞാൻ അപ്പം പാത്രം കഴുകിയാലും എന്നാലും കുറേ വന്ന് കിടക്കും. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല മനസ്സുഖമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാനാണ് നിന്നത്. അങ്ങനെ ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് കുറേ തുണികൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നനച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ബാക്ക് വശമൊക്കെ ആകെ ചമ്മല കൂടിയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തുണികളൊക്കെ നനച്ച് വെച്ചിട്ട് പിന്നെ അടിച്ച് വാരാം എന്ന് വിചാരിച്ചിട്ട് അടിച്ച് വാരാൻ നിൽക്കുകയാണ് കേട്ടോ. അടിച്ച് വാരൽ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണെങ്കിലും കുറേ കഴിഞ്ഞാൽ വീണ്ടും ആകെ ചമ്മല കൂടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പണിക്ക് പോയതാണെന്നു. ഏറ്റവും വല്ലാത്ത പണി ചൂട നന്നാക്കാനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, ബൈ.